Hi everyone, welcome to the Shah Academy. So, നമ്മുടെ RPFന്റെ എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഡിസംബറിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ബുക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. നമുക്കറിയാം ഇനിയും ഓൾമോസ്റ്റ് 2 മാസത്തോളം ഉണ്ട് RPF എക്സാമിന്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക എക്സാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പ്രോബബിലിറ്റി ഉള്ള ബുക്സ് ഏതാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുന്നേ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് RPF എക്സാമിനെ പറ്റി ഞാനൊന്ന് പറയാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. അതായത് 120 മാർക്കാണുള്ളത്. ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. അതായത് 90 minutes ആണ് ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/3 മാർക്സ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് റെഡ്യൂസ് ആവുക ഓരോ തെറ്റുത്തരത്തിനും. ഓക്കെ, ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഒക്കെ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അടുത്ത എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 35 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 35 റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 50 ക്വസ്റ്റ്യൻസ് GK യിൽ നിന്നാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, മാത്സ് 35, റീസണിങ് 35, GK 50. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. അപ്പം മൊത്തം 120 ക്വസ്റ്റ്യന് 120 മാർക്ക്. അപ്പോൾ എക്സാം പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും GKക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നാലും മാത്സിനും റീസണിങ്ങിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ റീസണിങ്ങിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ബുക്ക് റെഫർ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് GKയിൽ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളും കുറച്ച് ബേസിക് കാര്യങ്ങളും ഉണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നിങ്ങളൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങുക കേട്ടോ. റീസണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യണം. കാരണം റീസണിങ് എല്ലാവരും ചെയ്യും. ഈ 35 ക്വസ്റ്റ്യനിൽ ഒരു 32, 33 ക്വസ്റ്റ്യനും ഒരു പ്രിപ്പറേഷനും ഇല്ലാത്ത ആൾ പോലും കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്കത് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീസണിങ്ങിൽ നമ്മളെ കുറച്ച് എന്താ പറയുക സ്പെഷ്യൽ ആക്കുന്നത് നമ്മുടെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൽ നിങ്ങൾക്ക് സ്പീഡാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? മോക്ക് ടെസ്റ്റുകളായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പാറ്റേണോ കാര്യങ്ങളോ ലബ്ബർ സീരീസിലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ഇനി ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ റീസണിങ് ചെയ്യാൻ വേണ്ടി. ഡെയിലി ഒരു മോക്കെങ്കിലും റീസണിങ്ങിൻ്റെത് നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി അടുത്ത മാത്സിൻ്റെ കാര്യം. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബേസ് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനി രണ്ടിനും കൂടെ നമുക്ക് ഒരുപാട് സമയമില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജിന് തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടല്ലോ അല്ലേ. പെർസെൻറ്റേജിന് തന്നെ ഒരു 10-20 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 20 ടൈപ്പ് ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ബുക്കുകളിൽ നിന്നും എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പിക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ആവും. ഓക്കെ, മാത്സ് കമ്പാരിറ്റീവ്ലി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. CPK അങ്ങനെ ഭയങ്കര CGL ചോദിക്കുന്ന അത്ര ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുള്ള ബുക്ക് ഏതാണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് GK ആണ്, ജനറൽ അവയർനെസ് ആണ്. 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ GKക്ക് ഇവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം GK എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റ് ആണ് അല്ലേ. അതിനകത്ത് ആരൊക്കെ വരും? ഇപ്പോൾ സയൻസിനകത്ത് GKക്കകത്ത് തന്നെ സയൻസ് വരും, അല്ലാതെ ആർട്സ് സബ്ജക്റ്റും വരും. സയൻസിനകത്ത് തന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ആർട്സിനകത്ത് നിങ്ങൾക്ക് ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, പൊളിറ്റി വരും, എക്കണോമിക്സ് വരും. ഇനി ഇത് ഒന്നുമല്ലാതെ
നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ പഠിക്കേണ്ടി വരും ആൻഡ് കറണ്ട് അഫയേഴ്സും പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി കാണും. അതായത് ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെങ്കിൽ BSc പഠിച്ചവരാണ് അല്ലേ, ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ അതല്ല, സയൻസ് അല്ല, നിങ്ങൾ എന്താ പറയുക ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ മെയിൻ എടുത്ത് പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഈ സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ ആൾക്കാരും ഒരു 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചവരായിരിക്കും. മാത്രമല്ല സയൻസ് എന്ന് പറയുമ്പോൾ കവർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, മിഡീവിയൽ ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കണം അല്ലേ. ഇപ്പോൾ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം, വേൾഡ് ജോഗ്രഫി പഠിക്കണം. അതിനകത്ത് ഒരുപാട് ടേംസ്, ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പം സയൻസിൽ പഠിക്കാനില്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവരെ എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് സയൻസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ സയൻസ് ആദ്യം കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഏകദേശം 50 ക്വസ്റ്റ്യൻസിൽ പകുതിയോളം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടി കിട്ടും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ അത് പഠിക്കുക. ഇപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു ക്വസ്റ്റിന് നമുക്കൊരു ഡൗട്ട് കൊണ്ടോ കൺഫ്യൂഷൻ കൊണ്ടോ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി ആ അറിയുന്ന പേപ്പർ ഏതാണോ അത് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുന്നു, ഇവിടെ നിന്ന് അറിയുന്ന പേപ്പർ ഏതാണോ അത് റിവിഷൻ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിക് ജി കെ. സ്റ്റാറ്റിക് ജി കെയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ജി കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആർട്സ്, ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ്, ഡാൻസേഴ്സ്, മ്യൂസിഷ്യൻസ്, ഓക്കെ, ഇങ്ങനെ കുറേ ടോപ്പിക്കുകൾ എപ്പോഴും ചോദിക്കും. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകൾ, നോബൽ പ്രൈസ്, സ്പോർട്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സ്പോർട്സ് കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അതൊഴിക്കാൻ ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിക് ജി കെ ആയിട്ട് റിലേറ്റ് ചെയ്താൽ ചോദിക്കുക. ഈ സ്റ്റാറ്റിക് ജി കെയുടെ പ്രത്യേകത, ഇപ്പം സ്റ്റാറ്റിക് ജി കെയിൽ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് വാർസ്. ഈ വാർ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ വരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ പഠിക്കുന്നത് വഴി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സിൽ നിന്നെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തീർക്കുക. അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് ജി കെ നിങ്ങളെ കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യുക. ഓക്കെ, മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്ക് മാക്സിമം അറ്റംപ്റ്റ് കിട്ടാനുള്ള കാര്യമാണ് ഈ പറയണത്. പിന്നെ കറണ്ട് അഫയേഴ്സ് 2023 ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്കീമുകൾ, അതുപോലെ തന്നെ അവാർഡ്സ്, പിന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന കാര്യങ്ങൾ, സ്പോർട്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ പേഴ്സണാലിറ്റീസ്, അതായത് ഇപ്പോൾ ആരെങ്കിലും മരിച്ചൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റീസ്, സ്കീംസ്, അവാർഡ്സ്, സ്പോർട്സ്. പേഴ്സണാലിറ്റീസ്, സ്കീംസ്, അവാർഡ്സ്, സ്പോർട്സ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അറ്റംപ്റ്റ് കിട്ടും. എവിടെ നിന്ന്? നമ്മുടെ ജി കെയിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ മാത്സും പഠിച്ചു, അതുപോലെ തന്നെ റീസണിങ്ങും നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകൾ ഏതാണെന്നല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിലേക്ക് വരാം. ബുക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റുന്നത് YCT ആണ്. YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, NTPCയുടെ RRBയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കുണ്ട് YCTക്ക്. അപ്പം അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് കിട്ടും. ഇനി അതല്ലെങ്കിൽ പിന്നാക്കിളുണ്ട്. പിന്നാക്കിളിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ പിന്നാക്കിളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് GKയും അതുപോലെ തന്നെ നിങ്ങളുടെ മാത്സും റീസണിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകളാണ്. പിന്നെ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ GK വളരെ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ.
നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ GK. ഓരോ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന് റിലേറ്റഡ് ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ട് ആ ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും, നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ GK ബുക്ക്. ഈ ബുക്കുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്നുകിൽ YCT അല്ലെങ്കിൽ പിന്നാക്കിൾ, ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ എന്തിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വെക്കുക. അതുപോലെ തന്നെ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് GK പഠിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പോലും ലൂസൻറ്റിൻ്റെ ബുക്കും GK പഠിക്കാൻ നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് ലൂസൻറ്റ് കേട്ടോ. ലൂസൻറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കാണ്. അപ്പം അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ GK പഠിക്കാൻ തന്നെ തരുൺ ഗോയലിൻ്റെ ബുക്കുകളുണ്ട്. തരുൺ ഗോയലിൻ്റെ GK ബുക്കുണ്ട്, ലൂസൻ്റ് ഉണ്ട്, തരുൺ ഗോയലിൻ്റെ GK ബുക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂസൻറ്റും തരുൺ ഗോയലും പ്രീവിയസ് ഇയർ അല്ല കേട്ടോ, അല്ലാതുള്ള GK ബുക്കാണ്. പിന്നക്കളും YCTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിയോൺ പബ്ലിക്കേഷനും പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താ പറയുക സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, നിങ്ങൾക്ക് അത്ര ബേസ് ഒന്നും ക്ലിയർ അല്ല, എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക ടോപ്പിക്കൊക്കെ കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബുക്കൊക്കെ കവർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് യൂട്യൂബിലായാലും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ആർമി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിനകത്ത് RPFൻ്റെ ക്ലാസ്സുകൾ, ദിശ ആർമി ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ട്, അതിനകത്ത് RPFൻ്റെ ഫ്രീ ക്ലാസ്സുകൾ കുറേ പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല കുറച്ചും കൂടെ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു സിലബസോട് കൂടി 2 മാസത്തിനകത്ത് ഈ കോഴ്സിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് RPFൻ്റെ പെയ്ഡ് കോഴ്സും ഉണ്ട് കേട്ടോ. അപ്പം അത് ഇപ്പോൾ നവരാത്രി ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൺഡേക്ക് മുന്നേ 14th മുന്നേ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറിയൊരു പ്രൈസിന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം RPFന് 1499 ആണ് ഈ നവരാത്രി ഓഫർ പ്രമാണിച്ചിട്ടുള്ള പ്രൈസ്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് പ്രിഫർ ചെയ്യാം. ഇനി LP ടെക്നീഷ്യൻ എഴുതുന്നവരാണെങ്കിൽ 999 ആണ്. ഇനി RPF പഠിക്കുന്നവർ ഉറപ്പായിട്ടും GDക്ക് പഠിക്കുന്നുണ്ടാവും. GD ആണ് നിങ്ങൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ GDക്ക് സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്, അതിൻ്റെയും പ്രൈസ് വരുന്നത് 1499 ആണ്. NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ NTPC കോഴ്സ് ഇപ്പോൾ 1999 ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സുകളും കൂടെ ഒന്ന് ലൈക്ക് നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്രയും ബുക്കുകൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ എബിലിറ്റീസ് ഡിഫറെൻറ്റ്. ലൈക്ക് ചില ആൾക്കാർക്ക് ബുക്ക് നോക്കി പഠിക്കാനായിരിക്കും ഇഷ്ടം, കൂടുതൽ എന്താ പറയുക ടോപ്പിക്ക് ഈ ബുക്കിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആൾക്കാർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ എന്താ പറയുക ഈ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ GK ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും ഒക്കെ ഇനി നോക്കിയെടുത്ത് പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നിങ്ങൾ തപ്പിയെടുത്ത് എന്തൊക്കെ പഠിക്കണം എന്നാൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും, എക്സാം ഇത്ര അടുത്തത് കൊണ്ട്. പിന്നെ ഈ RPFന് പഠിക്കുമ്പോൾ ഒരു ഗുണം, ഇനി ഇത്ര സമയമല്ലേ ഉള്ളൂ, ഞാൻ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം റെയിൽവേയുടെ എല്ലാ എക്സാംസും ഇനി വരുന്നുണ്ട്. ഓക്കെ, JEE വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് JEE കഴിഞ്ഞതിന് ശേഷം NTPC വരുന്നുണ്ട്. NTPC തന്നെ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത എക്സാമിന് ഒരു മുതൽക്കൂട്ടാണ്. ലൈക്ക് ഈ എക്സാമിന് നിങ്ങൾ ബേസൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇമാജിൻ അടുത്ത എക്സാം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ഇനി 1 മാസമേ ഉള്ളൂ 2 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യമേ തുടങ്ങാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് മനുഷ്യന്മാരുടെ എപ്പോഴും ഉള്ളൊരു ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഗോളിന് വേണ്ടി പഠിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ എനിക്ക് നാളെ എക്സാമാണ്, ഇന്ന് രാത്രി ഞാൻ വേണമെങ്കിൽ 8 യൂണിറ്റ് പഠിക്കും, അല്ലെങ്കിൽ മൊത്തം ഒരു ഫുൾ പേപ്പർ ചിലപ്പോൾ എനിക്ക് ഇന്ന് രാത്രി കൊണ്ട് പഠിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരാഴ്ച ഉണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ 2 യൂണിറ്റേ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, പ്രശ്നം അടുത്തെത്തുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക. അത് മനുഷ്യന്മാരുടെ ഒരു നോർമൽ നേച്ചറാണ്, ആൻഡ് ഇറ്റ്സ് ഫൈൻ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗോൾ വെക്കുക, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ടാക്കിൾ ചെയ്യുക. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തുള്ളൊരു ഗോളാണ് എന്തെന്ന് പറയുന്നത് RPF എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക, മാക്സിമം ആ എക്സാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഫിസിക്കലൊക്കെ ഉള്ളത് കൊണ്ട് കുറേ ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കുറേ ആൾക്കാർ എഴുതത്തില്ല, എഴുതിയാലും കുറേ ആൾക്കാർക്ക് മെഡിക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്രൈറ്റീരിയ ഒക്കെ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മിസ് ചെയ്യാതെ എന്ത് ചെയ്യണം, ഈ എക്സാം ഒന്ന് എഴുതി നോക്കണം, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8075753676 8075753676 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ബുക്സ് ഒക്കെ പഠിക്കുക, യൂസ്ഫുൾ ആയിരിക്കും. കോഴ്സ് വേണമെന്നുള്ളവർ വാങ്ങുക, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കുക. എങ്ങനെയായാലും നിങ്ങൾ പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങളുടെ കൺവീനിയൻസ് എന്താണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അല്ലേ. ദൂരെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ പഠിക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ.